നേരത്തെ നമുക്കറിയാം കഴിഞ്ഞ വർഷം 2023 നവംബറിലാണ് കുസാറ്റിൽ ഒരു അപകടം ഉണ്ടായത്. ഒരു തെക്കിലും തിരക്കിലും പെട്ട് വിദ്യാർത്ഥികൾ മരിക്കുകയടക്കം ചെയ്ത ഒരു സംഭവം നമുക്ക് മുമ്പിൽ വലിയ പാഠമാണ്. അന്ന് റിപ്പോർട്ട് ചെയ്ത അഖില നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. അഖില, അന്നത്തെ സംഭവം കണ്ടതാണ്, ഇന്നലത്തെ സംഭവങ്ങൾ നാം കണ്ടതാണ്. ഒരു മുന്നൊരുക്കങ്ങളുടെ ഒരു അപര്യാപ്തത ഈ സംഭവങ്ങളിലൊക്കെ കാണുന്നില്ലേ? അതുതന്നെയാണ് ജോഷി, കഴിഞ്ഞ വർഷം നടന്നൊരു ദുരന്തം, പക്ഷേ ഇത്ര മാസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും അതേ സമാനമായ രീതിയിൽ മറ്റൊരു ദുരന്തം ആവർത്തിക്കുന്ന കാഴ്ചയാണ്. കേരളത്തിലെ ക്യാമ്പസ് ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ് കുസാറ്റ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നവംബറിലാണ് 4 കുട്ടികളുടെ മരണത്തിനിടാക്കിയ ഒരു ദുരന്തം തന്നെ നടന്നത്. അതിനുശേഷം കളമശ്ശേരി പോലീസാണ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത്. 2 അധ്യാപകർക്കും പ്രിൻസിപ്പൽ അടക്കമുള്ള 3 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ ഇപ്പോഴും കേസിൽ വിചാരണ നടപടികൾ തുടങ്ങിയിട്ടില്ല. പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ആദ്യത്തെ ഒരു ആശങ്ക എന്ന് പറയുന്നത് സംഘാടകർ പ്രധാനമായും കുട്ടികളായിരുന്നു. അവരെ പ്രതിയാക്കി കേസെടുക്കുന്നതിലെ വലിയ പ്രായോഗിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അധ്യാപകരെയും പ്രിൻസിപ്പലിനെയും പ്രതിയാക്കിയാണ് കേസെടുത്തത്. എന്നാൽ പിന്നീട് നാം കണ്ടത് എല്ലാവരും കൈ കഴുകുന്ന ഒരു അവസ്ഥയായിരുന്നു. രജിസ്ട്രാർ പറഞ്ഞു കുട്ടികൾ അറിയിച്ചിരുന്നില്ല എന്ന്. പോലീസും പറഞ്ഞു സർവകലാശാലയിൽ നിന്ന് ഇത്തരമൊരു പരിപാടി അവിടെ നടന്നു സംബന്ധിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും പരസ്പരം കൈ കഴുകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഹൈക്കോടതിയിൽ മറ്റൊരു എന്തായാലും ഒരു ഹർജിയും എത്തിയിട്ടുണ്ടായിരുന്നു, ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. അതും ഇപ്പോൾ എവിടെയും ഒരു നടപടിയാകാതെ ഇപ്പോൾ മാസങ്ങളായി തന്നെ പെൻഡിങ്ങിൽ തുടരുകയാണ്. സമാനമായൊരു സാഹചര്യമാണ് നമ്മൾ ഇന്നലെയും കണ്ടത്. 12,000-ലധികം കുട്ടികളാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ. വലിയ പാഠമാണ് ടൊട്ടു. കാരണം നാം ആരും ഇത്തരം ഇവന്റുകൾക്കൊന്നും എതിരല്ല. പക്ഷേ ഇത്ര ഇവന്റുകൾ നടക്കുമ്പോൾ സ്വാഭാവികമായി അതിൽ പങ്കെടുക്കാൻ എത്തുന്നവരുടെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. കാശ് കിട്ടുക അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഇത്തരത്തിലുള്ള ഇവന്റുകൾ സംഘടിപ്പിച്ച് കാശ് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കരുത് ഇവന്റ് മാനേജ്മെന്റ് കമ്പനികൾ ശ്രദ്ധിക്കേണ്ടത്. മാത്രമല്ല, ഇതിന് മുന്നൊരുക്കങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥർക്കും ഒരുപാട് ഉത്തരവാദിത്തമുണ്ടെന്ന വലിയ സന്ദേശം കൂടി, കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരവാദിത്തം